താമരശ്ശേരി ചമ്മലിൽ വാറ്റുചാരായത്തിന്റെ നിർമ്മാണവും ഉപയോഗവും വ്യാപകമെന്ന് നാട്ടുകാർ. ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുകൊടുക്കാൻ പോലും ആളുകളുണ്ട്. ചാരായം വിൽക്കുന്ന ആളുകളെക്കുറിച്ച് എക്സൈസിൽ വിവരം നൽകിയാൽ പോലും ആരും അന്വേഷിക്കില്ല എന്നും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ചാരായം വാറ്റുന്നവരെ സഹായിക്കുന്ന ആളുകളുണ്ട് എന്നും ചമ്മലിൽ നിർമ്മിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് 500 മില്ലിയുടെ കുപ്പികളിലാക്കി ചാരായം വിൽക്കുന്നുണ്ട് എന്നൊക്കെ നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് താമരശ്ശേരിയിലെ ഒരു പൊതുവിദ്യാലയത്തിൽ നിന്നും SSLC വിദ്യാർത്ഥിയുടെ ബാഗിൽ നിന്ന് വാറ്റുചാരായം പിടികൂടിയത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ വീട് കേന്ദ്രീകരിച്ച് എക്സൈസ് നടത്തിയ പരിശോധനയിൽ കുട്ടിയുടെ രണ്ടാനച്ഛൻ അനധികൃതമായി സൂക്ഷിച്ചിരുന്ന 56 ലിറ്റർ വാറ്റുചാരായം പിടികൂടി നശിപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ ചമ്മൽ മേഖലയിൽ വ്യാപകമായി ഈ വാറ്റുചാരായത്തിന്റെ നിർമ്മാണമുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. ഇവിടെ നാട്ടുകാർ ഒപ്പം ചേരുന്നുണ്ട്. നമ്മൾ നിരന്തരമായിട്ട് ഈ മേഖലകളിലെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിനും മറ്റു വിവരങ്ങൾ അറിയിക്കുമ്പോൾ തന്നെ അവരിവിടെ എത്തുമ്പോൾ തന്നെ കൃത്യമായിട്ട് ഇതൊക്കെ മാറ്റി വെക്കുന്ന ഒരു സ്ഥിതിയാണല്ലേ. കൃത്യമായിട്ട് അവരുടെ ഇടയിൽ തന്നെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇടയിൽ തന്നെ ഇവർക്ക് വിളിച്ചു കൊടുത്ത് പറഞ്ഞു കൊടുക്കുന്ന ആളുകളുണ്ട് എന്നാണ് ജനങ്ങളെ ഞങ്ങളെ ആശങ്ക. ഈ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഫലപ്രദമായിട്ട് ഇടപെട്ട് കഴിഞ്ഞാൽ ഈ ചമ്മൽ ഇത് അവസാനിക്കുന്ന സംഭവങ്ങളേ ഉള്ളൂ. അതിലേക്ക് ഡിപ്പാർട്ട്മെന്റ് ഫലപ്രദമായിട്ട് ഇടപെടുന്നില്ല എന്നാണ് ഞങ്ങളെ വലിയൊരു ആക്ഷേപമുള്ളത്. ഇന്നലെ രാത്രിയിൽ ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്ന് 100 ലിറ്ററിലധികം വരുന്ന ചാരായം എക്സൈസ് ഇന്നലെ കണ്ടെടുക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ വലിയൊരു രീതിയിലേക്ക് ഗുരുതരമായ പ്രശ്നം ആണ് ഉണ്ടാവാനുള്ളത്. പ്രശ്നം തന്നെയാണ് ചമ്മൽ മേഖലയിൽ. ഇവിടെ എല്ലാ സ്ഥലത്തും ഈ സാധനം വിൽക്കുന്നുണ്ട്. നിരത്തി റോഡ് സൈഡിൽ കൂടി ഒക്കെ വിറ്റ് നടക്കുന്നുണ്ട്. പക്ഷേ എക്സൈസർ ആദ്യം ഒരു ചന്ദ്രൻ കുയിച്ചാൽ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇവിടെ, എക്സൈസിൻ്റെ ഓഫീസർ. അയാളാകുമ്പോൾ ഇവിടെ എല്ലാവർക്കും പേടിയായി. അയാളെല്ലാം പിടിക്കായിരുന്നു. അയാൾ ഇവിടുന്ന് മാറിയാൽ ഒരു എക്സൈസുകാരും ഇങ്ങോട്ട് വരലില്ല. അയാൾ മാറിയിട്ട് ഇപ്പോൾ 6 മാസമായിട്ടായി. അതിൻ്റെ മുമ്പ് ഇവിടെ നിരത്തി അയാൾ പിടിക്കാനും. ഇപ്പം എക്സൈസുകാർ എന്ന് പറഞ്ഞാൽ സാധാരണ തന്നെ വന്നില്ല. ഇന്നലെ ആരോ ഒന്ന് വന്ന് കുളമലയിൽ നിന്ന് പിടിച്ചു. വന്നാൽ പിടിക്കുക. കുളമലയിൽ നിന്ന് എത്ര 100 ലിറ്റർ ചാരായം പിടിച്ചല്ലോ ഇന്നലെ. എത്ര പാക്കറ്റാണെന്ന് അറിയില്ല. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടെന്ന് വെച്ചാൽ എല്ലാ വീട്ടിലും 90% വീട്ടിലും ചായ കുടിക്കുമ്പോൾ ഇത് ആടനും വാറ്റി മക്കൾ മുതൽ വൈകുന്നേരമായ അടിയും പിടിയും കുടുംബത്തിൽ നിന്ന് പെണ്ണില്ല മക്കളൊക്കെ അടിച്ച് പൊളിച്ച് പറിക്കുക. ഇത് തന്നെ അവിടുത്തെ സ്ഥിതി. ഇത് ചമ്മലൊന്നും നല്ല ഉണ്ടായതൊന്നുമല്ല. എല്ലാ വീട് നോക്കിയാൽ ഒരു ബൈക്കിൽ പോയിക്കൂടാ, റോഡിന് പോയിക്കൂടാ, ഒരു നേരം തെറ്റിയാൽ ഇതിലൊന്നും പോയിക്കൂടാ. കുറഞ്ഞ ആൾക്കാർ കയ്യിലെ നടന്നു പോകാൻ പറ്റുന്നുള്ളൂ, ബാക്കിയൊന്നും പോയിക്കൂടാ. ഓൺലൈൻ വ്യാപാരമായിട്ടാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഇതിപ്പോൾ എന്താണെന്നറിയോ, പോലീസോ എക്സൈസോ അവിടെ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് ഇവർക്ക് ഇവിടെ വിവരം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇവർ സാധനങ്ങൾ മാറ്റാനുള്ള ചാൻസും അവസരങ്ങളും സമയവും അവർ കിട്ടുക, അവ മാറ്റി പോവുക. വണ്ടി പറന്നിങ്ങനെ നടക്കുക 24 മണിക്കൂർ ഇവിടെ. രാത്രി ഒരു 10 മണി കഴിഞ്ഞ റോഡൊന്നും നമുക്കൊന്നും പോകാൻ പറ്റിയല്ല. കണ്ട് പരിചയമുള്ളവരാണെങ്കിൽ എവിടെ പോകട്ടെ, മറ്റാനെ മറിച്ചാൽ അസഭ്യം പറയുകയാണ് ഇവിടെ. അപ്പോൾ ഇത് വലിയൊരു വിഷമത്തായി മാറിയിരിക്കുകയാണ് ഈ ചമ്മലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. ഒരു കൃത്യമായ അന്വേഷണം നടത്തുകയാണെങ്കിൽ ലിറ്റർ കണക്കിന് ചാരായവും മദ്യവും ഒക്കെ ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ പിടികൂടാനാവുമെന്നുള്ളതാണ് നാട്ടുകാർ ഏതായാലും പറയുന്നത്. ഒരു കൃത്യമായ അന്വേഷണം നടത്തുക തന്നെ വേണം. അഞ്ജന സുകുമാരൻ, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.